നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഔട്ട്ലെയർ അനാലിസിസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് ഔട്ട്ലെയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട്ലെയേഴ്സ് അതൊക്കെ പഠിച്ചു. അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഒരുപാട് എണ്ണമുണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാൻ ഉള്ളത് കുറച്ചധികം അസംഷന്റെ ബേസിൽ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, പ്രോക്സിമിറ്റി ബേസ്ഡ് മെത്തേഡ്സ്, പിന്നെ വരുന്ന മൂന്നാമത്തത് ക്ലസ്റ്ററിംഗ് ബേസ്ഡ് മെത്തേഡ്സ്. ഇതിനകത്തെ സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത് തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്: പാരാമെട്രിക്കും നോൺ പാരാമെട്രിക് മെത്തേഡ്സും. അതുപോലെ പ്രോക്സിമിറ്റിക്കകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്: ഡിസ്റ്റൻസ് ബേസ്ഡ് മെത്തേഡും ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷനും. നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലിനകത്തെ പാരാമെട്രിക് മെത്തേഡും അതുപോലെ തന്നെ പ്രോക്സിമിറ്റി ബേസ്ഡ് മെത്തേഡിനകത്തെ ഡിസ്റ്റൻസ് ബേസ്ഡ് മെത്തേഡുമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ അതാണ് ഇനി അടുത്തതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചസ്. സ്റ്റാറ്റിസ്റ്റിക്കലിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു: പാരാമെട്രിക് മെത്തേഡും നോൺ പാരാമെട്രിക് മെത്തേഡും. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റ്, ആ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിനെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്നും ഔട്ട്ലയേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിനെ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്നും നോർമൽ ഡേറ്റ ഏതാണ് അല്ലെങ്കിൽ ഔട്ട്ലയർ ഏതാണെന്നുള്ള കാര്യം ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ വരുന്ന രണ്ടെണ്ണമാണ് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും. ഇനി പാരാമെട്രിക് എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. പാരാമെട്രിക് എന്ന് പറഞ്ഞാലാണ് നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിനകത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് തന്നെ അതിനകത്ത് വരുന്ന ഡേറ്റകളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അപ്പൊ ആ ഫംഗ്ഷനകത്ത് കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. സാധാരണയായിട്ട് പാരാമീറ്റർ ആയിട്ട് വരുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനകത്തെ പാരാമീറ്റേഴ്സ് ആയ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ നമ്മുടെ കൈവശമുള്ള ഡേറ്റാ സെറ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഡേറ്റ ഒബ്ജക്റ്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഓരോ ഡേറ്റ ഒബ്ജക്റ്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഒരു ഡേറ്റ ഒബ്ജക്റ്റിന്റെ പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ ആ ഡേറ്റ ഒബ്ജക്റ്റ് നമ്മൾ നോർമൽ ആണെന്ന് പറയും. അതായത് അത് ഔട്ട്ലെയർ ആകാനുള്ള സാധ്യത ഇല്ല, നോർമൽ ആണെന്ന് പറയും. ഇനി നമ്മളൊരു ഡേറ്റ ഒബ്ജക്റ്റ് എടുക്കുന്നു, അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെങ്കിൽ, അതായത് 1ൽ നിന്നും ഒരുപാട് അകലെയാണ് ആ ഒരു നമ്പർ എങ്കിൽ അല്ലെങ്കിൽ വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എടുത്തിരിക്കുന്ന ആ ഡേറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലെയർ ആണെന്ന് പറയാം. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അകത്ത് നമ്മൾ ഡേറ്റയും മീനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീനിൽ നിന്ന് എന്തോരം അകന്നു പോകുന്നോ അത്രയും നമ്മുടെ ഡേറ്റ ഔട്ട്ലെയർ ആയിക്കൊണ്ടേയിരിക്കും. മീനിനോട് എത്ര അടുത്ത് നിൽക്കുന്നോ അത്രയും നമ്മുടെ ഡേറ്റ നോർമൽ ആയിക്കൊണ്ടിരിക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നോൺ പാരാമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനില്ലെങ്കിലും, നോൺ പാരാമെട്രിക് മെത്തേഡിനകത്ത് നമ്മൾ നമ്മുടെ കൈവശമുള്ള ഡേറ്റ സെറ്റ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. പകരം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. പ്രോബബിലിറ്റി ഹൈ ആണെങ്കിൽ അതിനെ നോർമൽ ഡേറ്റ ആക്കുന്നു, ഇനി ലോ ആണെങ്കിൽ അതിനെ ഔട്ട്ലെയർ ആയിട്ട് മാറ്റി നിർത്തുന്നു. ഇത്രയാണ് നോൺ പാരാമെട്രിക്കിനകത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാരാമെട്രിക് ആണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത്. അടുത്ത പേജിൽ കിടപ്പുണ്ട്. പാരാമെട്രിക്കിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: യൂണിവേരിയേറ്റ് വേരിയബിളും അതുപോലെ തന്നെ മൾട്ടി വേരിയേറ്റ് വേരിയബിളും. ഇപ്പൊ യൂണിവേരിയേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ഒബ്ജക്റ്റിന് ഒരു ആട്രിബ്യൂട്ടേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് യൂണിവേരിയേറ്റ്. ഒരു ഡേറ്റ ഒബ്ജക്റ്റ്, നമ്മുടെ കൈവശമുള്ള കുറേയധികം ഡേറ്റകളുടെ കളക്ഷൻ ഉണ്ട്. ആ ഡേറ്റകൾക്കകത്ത് ഒരു ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഡേറ്റയ്ക്ക് ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ആളാണ് ഡേറ്റ ഒബ്ജക്റ്റ് എങ്കിൽ അയാൾക്ക് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളെ നമുക്ക് ഔട്ട്ലെയർ ആണോ നോർമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരാമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: ഡിറ്റക്ഷൻ ഓഫ് യൂണിവേരിയേറ്റ് ഔട്ട്ലെയേഴ്സ് ബേസ്ഡ് ഓൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം മാർക്ക് ചെയ്തിടുക. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ കൈവശം നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിനെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യം അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ആ ഇൻപുട്ട് സെറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ആ ഡേറ്റയിൽ നിന്നും നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് പാരാമീറ്റേഴ്സ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൈവശമുള്ള ഓരോ ഡേറ്റ ഒബ്ജക്റ്റുമായിട്ട് അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഇനി പ്രോബബിലിറ്റി കുറവാണെങ്കിൽ അത് നോർമൽ ഡേറ്റയിലോട്ടും പോകും. പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ അത് നോർമൽ ഡേറ്റയിലോട്ടും പോകും. പ്രോബബിലിറ്റി കുറവാണെങ്കിൽ അത് ഔട്ട്ലെയറിലോട്ടും പോകും. അങ്ങനെയാണ് ഔട്ട്ലെയറിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചറിന്റെ ആണ് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഒരു സിറ്റിയിലെ ടെമ്പറേച്ചർ ഒരു അസെൻഡിങ് മോഡലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 24.0 ഡിഗ്രി സെൽഷ്യസ് തൊട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കുറച്ചധികം ടെമ്പറേച്ചർ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി ഈ ടെമ്പറേച്ചർ വാല്യൂവിനകത്ത് ഏത് വാല്യൂ ആണ് ഔട്ട്ലെയർ ആയിട്ട് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡേറ്റ സെറ്റിനകത്ത് തന്നിരിക്കുന്ന ഇത്രയും ഡേറ്റയ്ക്കകത്ത് നിന്നും ഏതൊക്കെയാണ് നോർമൽ ഡേറ്റ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഔട്ട്ലെയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെന്നുള്ള കാര്യം അസ്യൂം ചെയ്തു. ഇനി ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഏതൊക്കെ? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ എന്നും സിഗ്മ എന്നും പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട്. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. n എന്ന് പറഞ്ഞാല് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകള്, xi എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകൾ. അതായത് ഇപ്പൊ ഇവിടെ ഈ ടെമ്പറേച്ചർ വാല്യൂസ് വന്നിട്ടില്ലേ, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റ് ഏതാണോ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് xi കൊടുത്തിരിക്കുന്നത്. പിന്നെ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡേറ്റകളുടെ എല്ലാം കൂടെ മീൻ അല്ലെങ്കിൽ ആവറേജ്. ഇനി സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കൈവശമുള്ള ഈ ഡേറ്റകൾ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ടേംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓരോ ടേമും എന്താന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇതിൽ നിന്നും ഇവിടെ നമുക്ക് മ്യൂവിന്റെയും സിഗ്മയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മീൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനും, ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനും. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ സിഗ്മ സ്ക്വയറും മ്യൂ എന്ന് പറയുന്ന മീനും കണ്ടുപിടിച്ചു. അത് രണ്ടും വേണം നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാനായിട്ട്? നമ്മുടെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യമേ മ്യൂ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആവറേജ്. നമ്മുടെ കൈവശം 10 ടെമ്പറേച്ചർ വാല്യൂസ് ആണ് ഉള്ളത്. ആ 10 വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ട് എത്ര എണ്ണമാണോ ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് അതിനകത്ത് മീൻ കിട്ടി, 28.61 എന്നുള്ള മീൻ കിട്ടി. ഇനി അതുപോലെ നമ്മൾ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കി, ഓരോ ഡേറ്റ ഒബ്ജക്റ്റും എടുക്കുക, മീനിൽ നിന്നും ആ ഡേറ്റ ഒബ്ജക്റ്റ് കുറയ്ക്കുക. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് നമുക്ക് കിട്ടുന്നത്? മീനിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റ ഒബ്ജക്റ്റും എത്രമാത്രം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് എടുത്തു, 24.1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റ് എടുത്തു. അത് മീനിൽ നിന്നും എന്തോരം ഡിഫറൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് നോക്കി. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എടുത്തു, അത് മീനിൽ നിന്നും എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കി. അങ്ങനെ ഓരോ ഒബ്ജക്റ്റുകളും എന്തോരം മീനിൽ നിന്നും ദൂരെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തോരം ഡിഫറൻസ് ആണ് ഉള്ളതെന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു ഈ ഇക്വേഷൻ. അപ്പൊ സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് 1.51 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി അങ്ങനെ കണ്ടുപിടിച്ചപ്പം നമുക്ക് ഓരോ ഡേറ്റ ഒബ്ജക്റ്റിന്റെയും പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അവിടെ 10 ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് ഓരോ ടെമ്പറേച്ചറിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രോബബിലിറ്റി കുറവുള്ള ഏതാന്ന് നോക്കണം. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 24.0 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിന്റെ പ്രോബബിലിറ്റി ആണ് 0.15% എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കുറവ് പ്രോബബിലിറ്റി ഉള്ളത് 24.0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ആ വാല്യൂവിനായിരുന്നു. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻപുട്ട് ഡേറ്റയ്ക്കകത്തെ ഔട്ട്ലയർ ആയിട്ട് ആ ഒരു ടെമ്പറേച്ചറിനെയാണ് എടുക്കുന്നത്. അതായത് ഈ ഒന്നാമത് കിടക്കുന്ന ടെമ്പറേച്ചർ ആണ് ബാക്കിയുള്ള എല്ലാ ഡേറ്റകളിൽ നിന്നും ഒരുപാട് ദൂരെ നിൽക്കുന്നത് അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്, ഡിസിമിലർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 24.0 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ ഔട്ട്ലയർ ആയിട്ട് എടുക്കുന്നു.
ബാക്കിയുള്ള ടെമ്പറേച്ചറുകൾ നമ്മൾ നോർമൽ ഡേറ്റ ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് യൂണിവേരിയേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് തരുന്നത് മൾട്ടി വേരിയേറ്റിന്റെയാണ്. അതായത് ഒരു ഡേറ്റ ഒബ്ജക്റ്റിന് ഒന്നിലധികം ആട്രിബ്യൂട്ട്സ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി വേരിയറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറിന് നെയിമും ഉണ്ട്, ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, ഒക്യുപ്പേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡേറ്റ എടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഡേറ്റകൾ ഔട്ട്ലയർ ആണോ അല്ലെങ്കിൽ നോർമൽ ഡേറ്റ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാരാമെട്രിക്കിനകത്തെ മൾട്ടി വേരിയറ്റ് ഔട്ട്ലയർ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് മെത്തേഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് മഹലനോബിസ് ഡിസ്റ്റൻസും രണ്ടാമത്തത് കൈ സ്ക്വയർ ടെസ്റ്റും. മഹലനോബിസ് ഡിസ്റ്റൻസിനകത്ത് അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ ടൈമും എന്താന്നുള്ള കാര്യം ഇക്വേഷന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ O എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റ്. ഇനി O ബാർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എല്ലാം മീൻ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ S എന്ന് പറയുന്നതാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റും മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ടുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഇനി അങ്ങനെ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഡേറ്റ ഒബ്ജക്റ്റുകളുടെയും നമ്മൾ എന്തെടുക്കുന്നു, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ആ പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ നോർമൽ ഡേറ്റയിലോട്ട് മാറ്റുന്നു, പ്രോബബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഔട്ട്ലയർ ആയിട്ട് മാറ്റുന്നു. ഇവിടെ വ്യത്യാസം എന്തുമാത്രമാണ്, ഒരു ഡേറ്റ ഒബ്ജക്റ്റിന് തന്നെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഓരോ ആട്രിബ്യൂട്ട്സും നമ്മൾ മാറി 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 യൂണിവേരിയറ്റിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ഔട്ട്ലയർ ആണോ അല്ലോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് തന്നിരിക്കുന്നതാണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. കൈ സ്ക്വയർ ടെസ്റ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, കൈ സ്ക്വയർ ടെസ്റ്റിനകത്ത് നമ്മൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ്. പിന്നെ OI എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ith ആട്രിബ്യൂട്ട്. ഈ I എന്ന് പറയുന്നത് നമ്മുടെ മീനും ആണ്. അപ്പൊ ഇത്രയും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ ഒന്നാമത്തെ ആട്രിബ്യൂട്ട് മീനുമായിട്ട് എന്തോരം ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് മീനുമായിട്ട് എന്തോരം ഡിഫറൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇവിടെയും നമ്മൾ പ്രോബബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ നോർമൽ ആക്കുന്നു, പ്രോബബിലിറ്റി കുറവാണെങ്കിൽ ഔട്ട്ലയർ ആക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഓരോ മെത്തേഡും എന്താണെന്നുള്ള കാര്യം പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, ആ ഇക്വേഷനകത്തെ ഓരോ ടേമുകളും എന്താണെന്നുള്ള കാര്യം പഠിക്കുക. ഇപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് പാരാമെട്രിക്കിനകത്ത് വരുന്ന രണ്ട് വേരിയേഷൻസ്. ഇനി വരുന്നത് പ്രോക്സിമിറ്റിക്കകത്ത് വരുന്ന ഡിസ്റ്റൻസ് ബേസ്ഡ് ഡെൻസിറ്റി മെത്തേഡ് ആണ്. അത് അടുത്ത ക്ലാസ്സിനകത്ത് പറയാം.